ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. അതായത് ഞാനിപ്പോൾ ഉള്ളത് ചണ്ഡീഗഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാനിപ്പം നോമ്പായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ഥലങ്ങൾ നമുക്ക് പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു പോവാണ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് നല്ല നല്ല പാർക്കുകളാണ് ഉള്ളത്. വെറുതെ വന്നിരിക്കാനും ഒക്കെ പറ്റിയ നല്ല പാർക്കുകളുണ്ട് ഒരുപാട്. പിന്നെ ഓരോ ഫ്ലവേഴ്സിന് റോസ് ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ബോഗൺവില്ല ഗാർഡൻ, റോക്ക് ഗാർഡൻ, അങ്ങനെ ഒരുപാട് ഗാർഡനുകളൊക്കെ ഉണ്ട്. അപ്പോൾ സീസണലായിട്ട് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാനും വന്നിരിക്കാനും ഒക്കെ ഒരു പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അത് ജിയയും ഇക്കായും കൂടി നടന്നു പോവാണ്. പിന്നെ ഇവരെ ഏറ്റവും അടുത്തുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് ഹോളിയാണ്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളിലൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഹോളി ആഘോഷമാണ്. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ കൂടി പറ്റില്ല. പക്ഷേ പിന്നെ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം കർഫ്യൂ ഒക്കെ ആണ് ഇന്ന്. അപ്പോൾ ശരിക്കും എന്താ പറയുക, പുറത്തിറങ്ങിയാൽ നമ്മളെ മേലൊക്കെ വന്നിട്ട് കളർ കൊണ്ട് ഇടും. ഇപ്പം തന്നെ കണ്ടില്ലേ, വെള്ളം നിറച്ച് ബലൂണൊക്കെ എത്തിച്ചെറിയാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മാറി നിന്ന് നോക്കാനേ പറ്റും. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ടൊക്കെ എയർ കിട്ടിയപ്പോഴത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ഹോളി ആഘോഷം. അപ്പം ജിയ ഇവിടെ കളറിന് വേണ്ടിയിട്ട് കരയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുള മേലാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആറ്റ വാങ്ങണമെന്ന് മറ്റുള്ള കരച്ചിലാണ്. അപ്പോൾ ആൾ അതിന് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ഇതാ അപ്പോൾ കുറച്ച് അവർ ജസ്റ്റ് ഒന്ന് അവരാഘോഷമാണെന്നൊക്കെ പറഞ്ഞ് അവളെ മേലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഫ്ലവറാണ്. ഞാൻ ഇവിടെ പാർക്കിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഒരിക്കലും ഭംഗി തോന്നി, അതാണ് ഞാൻ എടുത്തത്. നമ്മളെ നാട്ടിൽ കാണാത്തൊരു ഫ്ലവറായിട്ട് തോന്നി, ഒരു വെറൈറ്റി തോന്നി, അതാണ് എടുത്തത്. പിന്നെ റോസ് ഗാർഡനിൽ ചെന്നു. അവിടെ ജിയ കളിക്കാമെന്ന് ഒക്കെ അവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെള്ളം കാണാനും അതുപോലെ തന്നെ ഒട്ടകം അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അതിലൂടെ ഓടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവും. പിന്നെ നമുക്കൊന്ന് കാണിക്കാനുള്ളതെന്ന് പറയുന്നത് ഇതായത് നമ്മളെ ഗോതമ്പ് വിളവെടുക്കുന്നതാണ്. കാരണം മെഷീനാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് കൊയ്ത്തോ ഇതൊക്കെ കഴിയും. ഇതാ ഇവിടെ എടുത്ത് വെച്ച ഗോതമ്പാണിത്. ശരിക്കും ചണ്ഡീഗഡിലെ വിശേഷം ഇതൊന്നും അല്ല, ഒരുപാടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വ്ളോഗിൽ ഓരോ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വ്യൂ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്